തിയോഫിനച്ചൻ ഈ പൊന്നുരുന്തി ആശ്രമത്തിലും പരിസരങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വല്യച്ഛനായ വിശുദ്ധനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒത്തിരിയേറെ ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ദൈവാനുഭവം ലഭിച്ചുകൊണ്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ തിയോഫിനച്ചൻ്റെ കൂടെ 4-5 വർഷം എൻ്റെ 7th സ്റ്റാൻഡേർഡ് മുതൽ SLC വരെ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഈ ബൈലൊക്കേഷൻ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരേ സമയം തന്നെ 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക. അത് അനുഭവിച്ച വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഫെബ്രുവരി 21 ശനിയാഴ്ച വൈകുന്നേരം ഒരു 5:30-6 മണിയായപ്പോഴാണ് എന്നെ ഈ ഒരു ന്യൂസ് ഞാൻ കേൾക്കുവാനിടയായത്. ദൈവദാസനായ തിയോഫിനച്ചൻ ധന്യനായി ഉയർത്തപ്പെട്ടു എന്ന വാർത്ത ഈ ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. ഈ ആശ്രമത്തെ മാത്രമല്ല, ഈ പൊന്നുരുന്തി നിവാസികളെ സംബന്ധിച്ചിടത്തോളം നീണ്ട 20 വർഷങ്ങൾക്ക് ഉള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഈ വാർത്ത ഞങ്ങളെ തേടിയെത്തിയത്. 2005 തിയോഫിനച്ചൻ ദൈവദാസനായി ഉയർത്തപ്പെട്ടത്. അതിനുശേഷം 2026 അദ്ദേഹം ഇപ്പോൾ ധന്യനായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരിയേറെ ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ദൈവാനുഭവം ലഭിച്ചുകൊണ്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കാരണം തിയോഫിനച്ചൻ തന്നെ ഒരു പ്രാർത്ഥനയുടെ ആൾരൂപമായിരുന്നു. അച്ഛൻ അതിരാവിലെ എഴുന്നേറ്റ് സെമിനാരിലെ പ്രാർത്ഥനയ്ക്ക് കൊയറിലേക്ക് കടന്നു വരികയും നേരത്തെ കൂട്ടി അച്ഛൻ അവിടെ ഉണ്ടായിരിക്കും, പ്രാർത്ഥനയിലായിരിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അച്ഛൻ്റെ ദിവ്യകാരുണ്യ ഭക്തി. ആ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം തന്നെയാണ് അച്ഛൻ്റെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലും ആ കർത്താവിൻ്റെ കാരുണ്യം എല്ലാവരിലേക്കും പകർന്നു നൽകുവാനായിട്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അച്ഛനൊരു ആശ്വാസമായിട്ട് മാറിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് ഈ അച്ഛൻ്റെ ഈ ധന്യപദവിയിലേക്ക് ഉയർത്തിയെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കുണ്ടായ ഒരു ചിന്ത ഇതായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവൻ തന്നെയാണ് അനേകർക്ക് ഒരു ആശ്വാസമായിട്ട് മാറിയതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത ഇതായിരുന്നു. ഇവിടെ അടുത്ത കാലത്ത് ഒരു 5 മാസത്തിന് മുൻപായിട്ട് നിത്യാരാധന ചാപ്പൽ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഈ നിത്യാരാധനയിലേക്ക് ഒത്തിരിയേറെ ആളുകൾ കടന്നു വന്ന് ഇന്നും പ്രാർത്ഥിക്കുകയും ഒത്തിരി ആശ്വാസം നേടി അവർ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഈ നിത്യാരാധന എടുത്തു വച്ചപ്പോൾ അതിൻ്റെ ഡയറക്ടർ അച്ഛനായിരുന്ന ബിനോയ് അച്ഛൻ എല്ലാ ജനങ്ങളോടുമായിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ 3 നിയോഗങ്ങൾ ഈ നിത്യാരാധനയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അതിൽ ഒരു നിയോഗം ദേവദാസനായ തിയോഫിനച്ചൻ്റെ നാമകരണ നടപടികൾ വളരെ വേഗത്തിലാകുവാനും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എത്രയും പെട്ടെന്ന് അച്ഛൻ അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുവാനുമായിട്ടെന്നായിരുന്നു. അങ്ങനെ ഒത്തിരി ജനങ്ങൾ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലം എന്നോണം വേണം ഇത് കരുതുവാനായിട്ട് ഈ ധന്യപദവി അച്ഛനെ ഈ ധന്യപദവിയിലേക്ക് ഉയർത്തി എന്നുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ. പ്രത്യേകിച്ചും ഈ സെയിൻറ്റ് ബൊനവഞ്ചർ കപ്പൂച്ചിൻ ആശ്രമം ഇത് തിയോഫിനച്ചൻ തന്നെ പണിത ഒരു ആശ്രമമാണ്. ഈ ആശ്രമത്തിൽ വെച്ച് തന്നെ അച്ഛൻ മരിച്ചു. അപ്പോൾ തന്നെ അച്ഛൻ്റെ ഒത്തിരി അറിയാവുന്ന ജനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജാതിമത വ്യത്യാസം എന്നെ എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഒത്തിരി പേര് ഇവിടെ കടന്നു വന്ന് ഇപ്പോഴും അവർക്ക് അച്ഛനൊരു ആശ്വാസമായി മാറുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ കല്ലറയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ലഭിക്കുന്ന ഒരു ആശ്വാസവും അനുഗ്രഹവും ഒത്തിരിയേറെ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒന്നാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഇത് തന്നെയാണ്. നിങ്ങളെ ഞങ്ങൾ ഒത്തിരി സ്വാഗതം ചെയ്യുകയാണ് സന്തോഷത്തോടുകൂടെ. ഈ ഒരു അച്ഛൻ്റെ ധന്യനായ തിയോഫിനച്ചൻ്റെ കബറിടത്തിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുവാനും അച്ഛൻ ജീവിച്ചിരിക്കുന്നപ്പോൾ തന്നെ അനേകർക്ക് ആശ്വാസമായി മാറിയതുപോലെ ഇപ്പോഴും ഇവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രാർത്ഥിച്ചവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ ധന്യ പദവിയിലേക്ക് എത്തിയെന്നുള്ള വാർത്തയിലുള്ള സന്തോഷത്തിനും ഉപരിയായിട്ട്
നിങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങൾ ഇതിലൂടെ കൂടുതലായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് KT ജോസഫ്. സാധാരണ അച്ഛൻ എന്നെ വിളിച്ചിരുന്നത് ജുസ എന്ന വീട്ടിലെ പേരാണ് എന്നെ വിളിച്ചിരുന്നത്. ഇവിടെ അപ്പോസ്തലിക് സ്കൂള് ഇവിടെ തുടങ്ങിയപ്പോൾ ഞാനും ഇവിടുത്തെ ഒരു അംഗമായിരുന്നു. ഇവിടെയുള്ള ബഹുമാനപ്പെട്ട റോബിൻ അച്ഛൻ, ഫാദർ ലെനി അച്ഛൻ, ഫാദർ ജെറിനൊക്കെ ആദ്യത്തെ ബാച്ചുകാരാണ് ഞങ്ങൾ. ഞാനാണ് ഏറ്റവും ചെറിയ കുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ തിയോഫ്രച്ചൻ്റെ കൂടെ 4-5 വർഷം എൻ്റെ 7th സ്റ്റാൻഡേർഡ് മുതൽ SLC വരെ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം മുതൽ ധാരാളം ആളുകൾ ഇവിടെ വന്നിരുന്നു. തിയോഫ്രച്ചൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളായിട്ട് സംസാരിക്കാനും പല വീടുകൾ സന്ദർശിക്കാനും അച്ഛൻ പോയിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ഈ കാട് പ്രദേശമായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ യാതൊന്നും ഉണ്ടായില്ല. റോഡ് സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല, ബസ്സിൻ്റെ അതൊന്നും ഉണ്ടായില്ല. ഈ കാട് പ്രദേശത്ത് ഇപ്പം എല്ലാ വീടുകളിൽ നിന്നും പല ആളുകൾ ഇവിടെ വന്നിരുന്ന് അച്ഛനായിട്ട് പരിചയപ്പെട്ട് പല വീടുകളിലും കൊണ്ടുപോയി വീടുകളിലെ കാട് വെട്ടാനും എല്ലാം കൊണ്ടിരുന്നു. അങ്ങനെ എനിക്കറിയാം അച്ഛൻ്റെ ജീവിതത്തെപ്പറ്റിയും എല്ലാം എനിക്കതറിയാം. എല്ലാം ഒരു പ്രാർത്ഥനയുടെ ഒരു അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ മരിക്കുമ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് വരും ധാരാളം ആളുകൾ ഇവിടെ തിങ്ങിക്കൂടിയിരുന്നു അച്ഛനെ സംബന്ധിച്ച് ധാരാളം. പിന്നെ അച്ഛനും എന്നും അച്ഛൻ മറ്റുള്ളവർക്ക് ഒരു സഹായിയായിരുന്നു. സംസ്കരിച്ചപ്പോൾ ധാരാളം ആളുകൾ കുഴിമാടത്തിലുണ്ടായിരുന്നു. അവിടെയുള്ള അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പായ അതെല്ലാം അതിൻ്റെ അകത്ത് ഇവിടെ കീറിക്കൊണ്ടുപോയി ആളുകളൊക്കെ. അന്ന് തന്നെ ആളുകൾ സമ്മതിക്കണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായി അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആ കട്ടിലും ഒക്കെ ഇട്ട് ആൾക്കാർ അതും കയറിയിരിക്കും. അങ്ങനെയുള്ളൊക്കെ ആയിരുന്നു അതിൻ്റെ. അങ്ങനെ എനിക്ക് ധാരാളം അച്ഛനിൽ നിന്നും ധാരാളം പ്രാർത്ഥിക്കാൻ തന്നെ ധാരാളം ആളുകൾ വന്നിരുന്നു ഇവിടെ. എൻ്റെ പേര് ഫാദർ ജെറിൻ കറുകപ്പിള്ളി. ഞാൻ ധന്യനായ തിയോഫിനച്ചൻ്റെ കൂടെ ഒത്തിരി വർഷം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഈ സ്ഥാപനം, ഈ ആശ്രമം സ്ഥാപിച്ച ആ സമയത്ത് ഞാനിവിടെ ഈ അടുത്തുള്ള സെൻറ്റ് റീത്താസ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പം മുതൽ എനിക്ക് അച്ഛനെ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും. ഉച്ചയാകുമ്പോൾ ഇവിടെ വരും. ആശ്രമത്തിൻ്റെ വാതിക്ക് വന്ന് പാർലറിൽ വന്നിരുന്ന് പത്രങ്ങളൊക്കെ നോക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ തിയോഫിനച്ചനെ എപ്പോഴും കാണാനും എനിക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ധന്യനായ തിയോഫിനച്ചൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില സംഗതികൾ, ചില യാഥാർത്ഥ്യങ്ങൾ, അതായത് അദ്ദേഹത്തിന് ഈ ബൈലൊക്കേഷൻ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരേ സമയം തന്നെ 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക. അത് അനുഭവിച്ച വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ധന്യനായ തിയോഫിനച്ചൻ തൻ്റെ ജീവിതകാലത്ത് വളരെയധികം യാതനകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. സഹനത്തിൻ്റെ മനുഷ്യനാണ്. സഹനം വഴി വിശദീകരണം നേടിയെടുത്ത വ്യക്തിയാണ് തിയോഫിനച്ചൻ. വളരെ ബോഡി എന്ന് പറഞ്ഞാൽ പെൻസിൽ പോലെ ഇരുന്ന് വെച്ചത്. കാരണം പുള്ളി ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നല്ലോ. അത് മാത്രമല്ല എപ്പോഴും അരയിൽ ഈ ഞങ്ങളുടെ ചമ്മട്ടി, അത് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്, അത് കെട്ടി അവിടെയൊക്കെ ഇത് പൊട്ടിയൊക്കെ പൊട്ടി ഇരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനാണ് സഹായിക്കുന്നത് ഈ ഷുഗറിൻ്റെ. അപ്പോൾ അതോടൊപ്പം തന്നെ വേദന, ആ വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിലുള്ള ആ ഒരു വലിയ ക്വാളിറ്റി, അദ്ദേഹം ഒരു വിശുദ്ധനാണ്, മനുഷ്യനാണ്, സഹനത്തിൻ്റെ മനുഷ്യൻ. സഹനം വഴി വിശുദ്ധി നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വേറെ അദ്ദേഹത്തിലുണ്ടായ ക്വാളിറ്റീസ് അനുകമ്പ, എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും കൂടി അദ്ദേഹം പെരുമാറിയുള്ളൂ. ആര് വന്നാലും അദ്ദേഹം അവരെ വളരെ ഉദാരമായിട്ട് കഴിയുന്നതും തൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ട് കൊടുത്തേക്കും. എല്ലാവരിലും ദൈവജനത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണെന്ന്, സന്യാസ ജീവിതം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. യേശുവിനെ പോലെ
ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും ജീവിച്ച് മരിക്കാൻ വേണ്ടി വന്ന ആണ് ഒരു സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അവബോധം അദ്ദേഹത്തിലുണ്ടായിരുന്നു. അങ്ങനെ ദൈവജനത്തിനു വേണ്ടി ജീവിച്ച് മൺമറഞ്ഞ ഒരു വ്യക്തിയാണ് തിയോഫിനച്ചൻ. അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും ദൈവം അദ്ദേഹത്തോടുകൂടെ എപ്പോഴും ഉണ്ട്. അത് അദ്ദേഹത്തെ ഇന്നും ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ അനുഗ്രഹ വർഷങ്ങൾ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ധന്യനായ തിയോഫിനച്ചൻ്റെ കൃപ എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ, എല്ലാവർക്കും ലഭിക്കട്ടെ. അവരുടെ ജീവിതയാത്രയിൽ എപ്പോഴും തിയോഫിനച്ചൻ്റെ സ്നേഹവും സാന്ത്വനവും കരുതലും നന്മയും കൃപയും എല്ലാം അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ബിനോയ് ലീൻ, തിയോഫിൻ ഗിൽഡിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. ഒത്തിരി സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കപ്പൂച്ചൻ സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം ഞങ്ങളുടെ സഭാപിതാവായ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ലിയോ പാപ്പ അസീസിയുടെ വർഷമായിട്ട്, ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ട് സഭ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുക. ആ സന്തോഷം ആസ്വദിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു ഇരട്ടി മധുരമെന്നതുപോലെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 21 ശനിയാഴ്ച ദൈവദാസൻ തിയോഫിനച്ചനെ ധന്യനായി ഉയർത്തിയ ആ സന്തോഷം. തിയോഫിനച്ചൻ ഈ പൊന്നുരുന്തി ആശ്രമത്തിലും പരിസരങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വല്യച്ഛനായ വിശുദ്ധനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വരുന്നവർക്കൊക്കെ അച്ഛൻ ആശ്വാസത്തിൻ്റെ അനുഭവമാണ് പകർന്നു കൊടുത്തത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ച് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ ആ വ്യാകുലതകളെ ധ്യാനിച്ച് മനുഷ്യജീവിതത്തിലെ നൊമ്പരങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ, പ്രത്യാശ കൊടുക്കുവാൻ, അവരെ സാന്ത്വനപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാനൊക്കെ ദൈവദാസനായ തിയോഫിനച്ചന് സാധിച്ചു. ഇന്ന് ധന്യനായി മാറിയ തിയോഫിനച്ചനിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. ആ ചൈതന്യം ഈ കാലഘട്ടത്തിൽ അത് അനുകരിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരായ ഞങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ടെന്ന് ഈ പ്രഖ്യാപനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തിയോഫിനച്ചനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മരിച്ച് കഴിഞ്ഞതിന് ശേഷം 46 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി ഇപ്പോഴുള്ള ആ സ്ഥലത്ത് അവിടെ അടക്കം ചെയ്തിരിക്കുക. നാമകരണ നടപടിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. അതിനുശേഷം റോമിലേക്ക് ഇവിടെയുള്ള തിയോഫിനച്ചൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർ, ഈ തിയോഫിനച്ചനെ കണ്ടുമുട്ടിയിട്ടുള്ളവർ, തിയോഫിനച്ചനോട് പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാം അടങ്ങിയ ഡോക്യുമെൻറ്റ്സൊക്കെ റോമിലേക്ക് എത്തി. അതിൻ്റെ നാമകരണ നടപടികളിലൊക്കെ ഒത്തിരി പേരുടെ ത്യാഗവും പ്രാർത്ഥനയൊക്കെയുണ്ട്. ഇതിൻ്റെ തിയോഫിൻ ഗിൽഡ് ആരംഭിച്ചത് കപ്പൂച്ചൻ സഭയിലെ തന്നെ വിൽഫ്രഡ് കപ്പൂച്ചൻ അച്ഛനാണ്. അദ്ദേഹം ദൈവസന്നിധിയിലാണ് ഇപ്പോൾ. അദ്ദേഹമാണ് തിയോഫിനച്ചൻ്റെ വിശുദ്ധി മനസ്സിലാക്കി, ജനങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രചോദനം മനസ്സിലാക്കി തിയോഫിൻ ഗിൽഡിന് ആരംഭം കുറിക്കുകയും മനുഷ്യസ്നേഹി എന്ന മാസിക അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു, തിയോഫിനച്ചനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട്. അതിൻ്റെ തുടർഭാഗമായിരുന്നു തിയോഫിനച്ചനെ രൂപത ദൈവദാസനായി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നാമകരണ നടപടികൾ ആരംഭിച്ചു. ആൻഡ്രൂസ് അലക്സാണ്ടർ കപ്പൂച്ചൻ അച്ഛനും ബോബി ജോസ് അച്ഛനും ഒക്കെ ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ കർമ്മനിരതരായിട്ട് നിന്നിരുന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ആ നാമകരണ നടപടിയിലെ ഡോക്യുമെൻറ്റ്സൊക്കെ അവർ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് റോബിൻ അച്ഛൻ വൈസ് പോസ്റ്റലേറ്ററായി, പൊസസിയോ അതൊക്കെ സമർപ്പിച്ചു. ഇതെല്ലാം പഠനങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയൊരു സന്തോഷമാണ്. കാരണം അവർ മാധ്യസ്ഥം തേടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവദാസനെ ധന്യനായി സഭ അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം ആൾക്കാർക്കുണ്ട്. ഇവിടെ വരുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവദാസൻ്റെ നാമം വിളിച്ച് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ, ഫേവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. തിയോഫിനച്ചൻ്റെ നാമധേയത്തിലുള്ള മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി താങ്ക്സ് ഗീവിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള നിലവിളക്കുകളും
അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ അവർ ചെയ്യുന്നത്, ഇവിടെ ഒത്തിരി നിയോഗങ്ങളുമായിട്ടുള്ള കടലാസുകൾ വെച്ചിട്ടുണ്ട്. ആ കടലാസിൽ ഒരെണ്ണം അവർക്ക് ആവശ്യപ്പെട്ട നിയോഗം എടുക്കും. ഒരു ചിരാതിൽ ആ നിയോഗം വെച്ച് എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് ദൈവദാസൻ്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകും. അത് കഴിയുമ്പോൾ ഈ ദൈവദാസൻ്റെ മാധ്യസ്ഥത്വം വിശുദ്ധിയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ കടന്നു വരുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തിനൊക്കെ ദൈവത്തിന് തന്നെയാണ് മഹത്വം. എല്ലാറ്റിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ദൈവമഹത്വത്തെ ഒന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഈ ധന്യ പ്രഖ്യാപനം ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്.